ഇരിങ്ങാലക്കുടയിൽ വ്യാപക കൃഷിനാശം. കേരള കർഷക സംഘം നേതാക്കൾ സന്ദർശനം നടത്തി. ഇരിങ്ങാലക്കുട ഏരിയയിൽ ചെമ്മണ്ട പുളിയമ്പാടം പാടശേഖരം, കാട്ടൂർ തെക്കുംപാടം, എടതിരിഞ്ഞി മേഖല, പടിയൂർ ദേവസ്വം കോൾ, തെക്കോർത്ത് കോൾ, മുരിയാട് കായൽ പാടശേഖരം, തൊമ്മാന ചെങ്ങാറ്റുമുറി, ഏലശ്ശേരി ചെമ്മീൻചാൽ പാടശേഖരം, ആനന്ദപുരം വില്ലേരിപ്പാടം, കരിമ്പാടം ചേപ്പാടം, പൂമംഗലം പടിയൂർ കോൾപ്പാടം, എടതിരിഞ്ഞി പോത്താനി കിഴക്കേപ്പാടം, മാടായിക്കോണം വലിയ കോൾപ്പടവ്, ചിത്രവള്ളി പാടശേഖരം, യൂണിയൻ കോൾപ്പാടം തുടങ്ങിയ പാടശേഖരങ്ങളിലെ നാശനഷ്ടങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും പുനർകൃഷി ചെയ്യുന്നതിനാവശ്യമായ വിത്ത്, വളം, പമ്പ് സെറ്റ്, അനുബന്ധ സഹായങ്ങൾ ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും കേരള കർഷക സംഘം പ്രതിനിധി സംഘം കൃഷിസ്ഥലങ്ങൾ സന്ദർശിച്ചു. കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി എസ് കുട്ടി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി ശങ്കരനാരായണൻ, ഏരിയ പ്രസിഡന്റ് ടി സജീവൻ മാസ്റ്റർ, ഏരിയ ട്രഷറർ കെ ജോൺസൺ, ഏരിയ ജോയിന്റ് സെക്രട്ടറി നിഷാദ്, കാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര, ചെമ്മണ്ട കായൽ കടും കൃഷി സംഘം പ്രസിഡന്റ് കെ ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറ്റവും പ്രധാനപ്പെട്ട കോൾ മേഖല ഒന്നാണ് ഇരിങ്ങാലക്കുട ഏരിയ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 1600 ഏക്കറിലധികം കൃഷി ചെയ്യുന്ന ചെമ്മണ്ട കായൽ, അത് കോൾ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏകദേശം 1600 ഏക്കർ ഇപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം നട്ടതിന് ശേഷം വെള്ളം പൂർണ്ണമായിട്ട് വരികയും മുങ്ങുകയുമാണ് ഉണ്ടായത്. അത് ഏകദേശം ഇപ്പോൾ കൃഷിക്കാരുടെ ഒരു നഷ്ടം കണക്കാക്കുമ്പോൾ ഒന്നും ഇനി ഭാവിയിൽ ഇത് രണ്ടാമത് ചെനച്ചോ പൊടിച്ചോ വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. ഇപ്പൊ തന്നെ ചെലവാക്കിയതിന്റെ ഒരു കണക്ക് നോക്കിയാൽ 4 കോടിയിലധികം രൂപ നഷ്ടം കൃഷിക്കാർക്ക് കൃഷി ഇറക്കിയതിന്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഗവൺമെന്റോ ബന്ധപ്പെട്ട കർഷക കൃഷി ഡിപ്പാർട്ട്മെന്റോ ഈ കൃഷിക്കാരെ സഹായിക്കാൻ വന്നില്ലെങ്കിൽ ഈ കൃഷിക്കാരുടെ ജീവിതം പൂർണ്ണമായും വലിയ തകരാറിലെത്തും.